രോഗബാധിതനായ ഗൃഹനാഥനായി കുടുംബം സഹായം തേടുന്നു. അടൂർ തെങ്ങമം സുനിൽ ഭവനത്തിൽ സുനിലാണ് രോഗബാധിതനായത്. ഒരു ഇഞ്ചക്ഷന് മാത്രം ലക്ഷങ്ങൾ വേണ്ടിവരും. നിർധന കുടുംബാംഗമായ സുനിലിന് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അൾക്ലാരിറ്റീവ് കൊളൈറ്റിസ് എന്ന രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബത്തിലെ ഗൃഹനാഥനാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 7 വർഷമായിട്ട് അൾക്ലാരിറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ പിടിയിലാണ്. ഇപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് എനിക്ക് ഒരു ഇഞ്ചക്ഷന് 85,000 രൂപ ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നിരിക്കുകയാണ്. നേരത്തെ ഇതുപോലെ 5 ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ കടം കേരള ബാങ്കിൽ, പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കായിരുന്നു അന്ന്. ഇപ്പോൾ കേരള ബാങ്കായിട്ടാണ്. അവിടെ ഇപ്പോൾ ജപ്തിയുടെ വക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. യാതൊരു മാർഗമില്ലാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗത്തോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടിയായതോടെ കുടുംബം തീർത്തും ദുരിതത്തിലാണ്. 5 ഇഞ്ചക്ഷനുകൾ എടുത്താൽ ഒരു പരിധിവരെ രോഗം പിടിച്ചു നിർത്താനാകുമെന്ന് സുനിലിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഇതിനാവശ്യമായ തുക കണ്ടെത്താൻ കുടുംബത്തിന് കഴിയുന്നില്ല. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് വീടും പറമ്പും ഉൾപ്പെടെ പണയപ്പെടുത്തിയത് ജപ്തി നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ഇഞ്ചക്ഷന് 1.5 ലക്ഷത്തിനടുത്താണ് വില വരിക. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബം 20 ലക്ഷം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ധർമ്മസങ്കടത്തിലാണ്. ഇതിനിടയിൽ ഇളയ മകനും രോഗബാധിതനായി. അതിൻ്റെ കൂടെ ഇപ്പം കുഞ്ഞിനോട് വയ്യാതിരിക്കുകയാണ്. കുഞ്ഞിന് ചെറിയ ഹാർട്ടിൻ്റെ ഇളയ മോന് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഇപ്പം എക്കോ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും സെറ്റിലോട്ടോ അങ്ങനെ ഇവിടെ കുഞ്ഞുങ്ങളുടെ കാർഡിയോളജിസ്റ്റുള്ള അടുത്തോട്ട് വിടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെ ഒരു പരിതാപകരമായ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സുനിലിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസ്സുകൾ കഴിയുമെന്ന വിശ്വാസമാണ് കുടുംബത്തിനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.